തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട് UDF. 20 വാർഡുകളിലാണ് BJPയുടെ പ്രതീക്ഷ. കോർപ്പറേഷൻ നിലനിർത്താൻ കഴിയുമെന്നാണ് LDFിന്റെ കണക്കുകൂട്ടൽ. ആകെ 76 വാർഡുകളിൽ 51 സീറ്റാണ് LDFിനുള്ളത്. ഒരുപക്ഷെ പറഞ്ഞാൽ മാരകമായ ഭൂരിപക്ഷം എന്ന് നമ്മൾ പറയേണ്ടി വരും. VS രഞ്ജിത്തുണ്ട് നമുക്കൊപ്പം. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇക്കുറി UDFിനെ എഴുതിത്തള്ളാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് തോന്നുന്നു. കോഴിക്കോട് തങ്ങൾ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കും. ഒരു പക്ഷേ കോഴിക്കോട് കോർപ്പറേഷൻ പിടിച്ചെടുത്താലും അത്ഭുതപ്പെടാനില്ല. മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാവും അല്ലേ VS രഞ്ജിത്ത്? ഡോക്ടർ, തീർച്ചയായിട്ടും സാധാരണഗതിയിൽ LDF ഒരു തരത്തിലുള്ള അട്ടിമറി പ്രതീക്ഷിക്കാത്ത LDFിന്റെ കുത്തക എന്ന് പറയാൻ സാധിക്കുന്ന ഒരു കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ. 1962 രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഒറ്റത്തവണ മാത്രമേ UDF ഇവിടെ ഭരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ LDFിന്റെ കുത്തകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്ന് പറയാം. പക്ഷേ ഇക്കുറി അതിൽ ചില അട്ടിമറികൾ UDF പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ വർധന, അതായത് വോട്ടിലും അതുപോലെ തന്നെ വാർഡുകളുടെ എണ്ണത്തിലൊക്കെ വർധന BJPയും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, നേരത്തെ കോഴിക്കോട് കോർപ്പറേഷൻ കോഴിക്കോട് സൗത്ത്, നോർത്ത് മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു. 55 വാർഡുകളായിരുന്നു. പിന്നീട് കൂട്ടിച്ചേർത്താണ് എലത്തൂർ പഞ്ചായത്ത്, നല്ലളം ചെറുവണ്ണൂർ പഞ്ചായത്ത്, ബേപ്പൂർ പഞ്ചായത്ത്. ഈ 3 പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തോടു കൂടിയാണ് LDFിനുള്ള ആത്മവിശ്വാസം വർദ്ധിച്ചത്. കാരണം എലത്തൂരും ബേപ്പൂരും നല്ലളം ചെറുവണ്ണൂരും ഒക്കെ LDFിന്റെ കുത്തകമായ സ്ഥലങ്ങളാണ്. പക്ഷേ ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷന്റെ നഗരഹൃദയത്തിൽ കോഴിക്കോട് സൗത്ത്, നോർത്ത് മണ്ഡലങ്ങളിൽ UDFിന് വലിയ പ്രതീക്ഷയുണ്ട്. ഒരു 35ഓളം വാർഡുകൾ അത് UDF കണക്കാക്കി വെച്ചിരിക്കുന്ന വാർഡുകളാണ്. അവർ മേയർ സ്ഥാനാർത്ഥിയെ പോലും കണ്ടുവെച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് BJPയും. കഴിഞ്ഞ തവണ 7 സീറ്റിലാണ് ജയിച്ചതെങ്കിൽ 10ലധികം സീറ്റുകളിൽ BJP 2ാം സ്ഥാനത്തെത്തിയിരുന്നു. ആ 2ാം സ്ഥാനത്തെത്തിയ സീറ്റുകളും ജയിച്ച സീറ്റുകളും അടക്കം 20 എണ്ണം പിടിക്കുമെന്നാണ്. അപ്പോൾ BJP പിടിക്കുന്ന സീറ്റുകൾക്കനുസരിച്ച് അത് ആരുടെ സീറ്റുകളായിരിക്കും എന്നുള്ളത് വളരെ നിർണായകമാണ്. ഏതായാലും CPM ഭരണം ഉറപ്പിക്കുമ്പോഴും അട്ടിമറികൾ പ്രതീക്ഷിച്ച് നഗരത്തിൽ കേന്ദ്രീകരിച്ച് ലീഗിന്റെ ബലത്തിൽ ഉറച്ച് UDFും ഭരണത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ വിട്ടുകൊടുക്കില്ല, കുത്തക നിലനിർത്തും എന്നാണ് CPM പറയുന്നത്. താങ്ക് യു. VS രഞ്ജിത്താണ്. നോക്കൂ, 51ഉം 17ഉം അതിന് UDF മറികടന്ന് വരണമെന്നുണ്ടെങ്കിൽ നല്ല ഗ്രൗണ്ട് വർക്ക് കോഴിക്കോട് വേണ്ടിവരും എന്നുള്ളതാണ്.